അപ്പൊ അതിന്റെ റോസ്മേരി ചോക്ലേറ്റ് മേടിച്ചു. ഒരു 3 ചോക്ലേറ്റ് ഇവിടെ നമ്മള് നീ എന്തിനാ വന്നേ? ചോക്ലേറ്റ് എന്താണെന്ന് അറിയാൻ. നമുക്ക് നോക്കാം എന്താണ് ചോക്ലേറ്റ്. നമ്മൾ എന്തിനാ ചോക്ലേറ്റ് കഴിക്കുന്നത്? ബുദ്ധിവികാസം നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. ടേസ്റ്റ് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അല്ലേ? നോക്കാം നമുക്ക്. അപ്പോ എന്റെ പേര് രഞ്ജൻ ജോസ് എന്നാണ്. അതാണ് വീട്. ഇത് ഫാക്ടറി. ഇവിടെ ഒരു 3.5 ഏക്കർ 4 ഏക്കറോളം കൊക്കോ ഫാം, ഫുൾ കൊക്കോ. അപ്പോ ഇത് ഒത്തിരി കാലം മുമ്പ് തുടങ്ങിയതാണ്. ഒരു 19 വർഷമെങ്കിലും ആയിട്ടുണ്ട് കൊക്കോ കൃഷി. ഫാദറായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാനിത് ചോക്ലേറ്റ് മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷം. അപ്പോൾ ആരും ചെയ്യാത്തൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. കാരണം നമ്മൾ ഒത്തിരി ബിസിനസ്സുകൾ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒരു 3-4 വർഷത്തേക്ക് ഉള്ളൂ. അപ്പോൾ പിന്നീട് നോക്കിയപ്പം ആരും ചെയ്യാത്തൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയതാണ് ചോക്ലേറ്റ് മാനുഫാക്ചറിങ്. അപ്പോൾ അന്ന് 2-3 ആൾക്കാരാണ് ഉള്ളൂ കേരളത്തിൽ ചോക്ലേറ്റ് മാനുഫാക്ചറിങ്. അപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു 10-12 ഒരു വർഷം എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ചോക്ലേറ്റിൽ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് പലതരം ഉണ്ടാകാമെന്ന് മനസ്സിലായി. അങ്ങനെ ചോക്ലേറ്റ് ഒരു പാഷനായി. ആ പാഷനാ നിങ്ങളിവിടെ കാണുന്നതില്ല. അത് ഞാനൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. ഇത് 2 റേ ചോക്ലേറ്റ് ഫാക്ടറി. നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോക്ലേറ്റ് എന്താണെന്നും അത് കഴിച്ച് അത് എങ്ങനെയൊക്കെയാ ഉപയോഗിക്കണമെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ എന്താണ് കൊക്കോ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ കണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും മേക്ക് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും ലൈവായിട്ട് മേക്ക് ചെയ്യും, അത് മോൾഡ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാം റോസ്റ്റും. കൊക്കോ പറക്കുന്ന തൈ മുതൽ ചോക്ലേറ്റ് വരെ. മനസ്സിലായോ? അപ്പോ ഇത് എല്ലാം പഠിച്ചത് അടി കിട്ടിയാണ്. എല്ലാം അടി കിട്ടി പഠിച്ചതാണ്. അടി കിട്ടിയ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടായത്. അതിലെ എക്സ്പീരിയൻസാ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ കുറച്ച് ചിന്തകൾ. എന്താണ് ചോക്ലേറ്റ്? നമ്മൾ എന്തിനാ ചോക്ലേറ്റ്? ആർക്കും അറിയാൻ പാടാത്ത ചോക്ലേറ്റ് എന്തിനാ കഴിക്കുന്നേ? ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. പിന്നെ ചോക്ലേറ്റ് കുട്ടികളിലേക്ക് നമ്മൾ സാധാരണ മിഠായി കൊടുക്കാതെ
ചോക്ലേറ്റ് ഒരു നല്ല പദാർത്ഥം എന്നുള്ള രീതിയിൽ ചോക്ലേറ്റ് ആയി. പിന്നെ ഡയറി മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഫുൾ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട് ചോക്ലേറ്റ് എന്താണ് നല്ലത്, അത് ഹെൽത്തിനെ എത്ര നന്നായിട്ട് ഗുണമായിരിക്കും, പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസിന് അല്ലെങ്കിൽ ഇതിനെ കൊക്കോപോഡ് എന്ന് പറയുന്നത് അല്ലേ അല്ലേ? ഇതിൽ 35 മുതൽ 55 ബീൻ വരെ ഉണ്ടാവും. ഇതുപോലത്തെ കുരുവേ ഇതുപോലത്തെ കുരുവുണ്ടാവും. അപ്പോ അതിലെ ഒരു കുരുവായി ഇത്, ആ പോഡിലെ ഒരു കുരുവായത് കൊക്കോപോഡിലെ. അതിന് കൊക്കോപോഡ് എന്ന് പറയുന്നത്, ഇതിനെ കൊക്കോ ബീൻ എന്നാ പറയുന്നത്. മനസ്സിലായോ? അതിലൊരു ബീനായത്. ഈ ബീനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ കൊക്കോ ബീൻ? എന്തൊക്കെയുണ്ട് വായിച്ചോക്കേ. ആസിഡ്സുകൾ, ഫൈബർ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, 54% കൊക്കോ ബട്ടർ. ഇത്ര അധികം വിറ്റാമിൻസും മിനറൽസും ഉണ്ടായത്. ഇത്രയും വിറ്റാമിൻസും മിനറൽസും ഉള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ ഹെഡോ പറയാമോ വീട്ടിൽ? ബാക്കി എന്തും താഴോട്ടുള്ളൂ. അപ്പൊ എന്താ ആദ്യം ഉള്ളത്? ചോക്ലേറ്റാ. ഈ ചോക്ലേറ്റ് കഴിഞ്ഞാൽ ബാക്കി ഏത് കണ്ടന്റും താഴോട്ടുള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ താഴോട്ട് കഴിക്കണോ അതിന് മേലോട്ട് കഴിക്കണോ? ചോക്ലേറ്റ് കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഇത്രയും വിറ്റാമിൻസും മിനറൽസും ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കത് ഉണ്ടോ നോക്കണ്ടേ? ഈ പറഞ്ഞ സാധനത്തില് നോക്കാം. കഴിക്കരുത്, ഞാൻ പറഞ്ഞിട്ടേ. നിങ്ങൾക്ക് കഴിയണോ? ഇനി നിങ്ങളത് വായിക്കട്ടെ ഫുള്ളായിട്ട്. ആ ചോക്ലേറ്റ് ഫുള്ളായിട്ട് വായിക്കുക. വായന മെൽറ്റ് ചെയ്ത് അടിച്ചു വെച്ചല്ല, വായന മെൽറ്റ് ചെയ്യണം. നിങ്ങൾ ഫ്രഷ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൈപ്പ് ഫീൽ ചെയ്യണ്ടോ? ഉണ്ട്. കയ്പാണ്. എന്നാ ഈ വൈൻ ഒന്ന് സിപ്പ് ചെയ്യും. കൊക്കോന്റെ വൈൻ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യും. ആ മെൽറ്റ് ആയി വരുമ്പോ ഒന്ന് സിപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെയും ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം, പിന്നെയും സിപ്പ് ചെയ്യണം. അങ്ങനെ രണ്ട് കൂടി കുടിച്ചു വെക്കരുത് കേട്ടോ. ഒരല്പം ബാക്കി വെക്കണേ. നിങ്ങള് ഇഷ്ടം തോന്നും. അത് ആസ്വദിച്ച് കഴിക്കണം ചോക്ലേറ്റ്. അല്ലാതെ അത് മൗത്തിൽ മെൽറ്റ് ചെയ്ത് കഴിക്കണം. നമ്മൾ അത് ആസ്വദിച്ച് കഴിക്കണം. കാരണം അത് മെൽറ്റ് ചെയ്ത് കയ്പ് വരും. അപ്പൊ ഒന്ന് സിപ്പ് ചെയ്യണം. പിന്നെയും അത് മെൽറ്റ് ചെയ്യണം ആ ചോക്ലേറ്റ്. അത് കഴിഞ്ഞ് പിന്നെയും സിപ്പ് ചെയ്യണം. അത് 3 പ്രാവശ്യം സിപ്പ് ചെയ്യണം. നിങ്ങളെ ഇപ്പോ കുറച്ച് വെക്കണം. നിങ്ങളെ ഇപ്പം ചോക്ലേറ്റ് യൂസ് ചെയ്യും ഇല്ലേ? ഒരു പിരിവിരിപ്പ് വരുന്നില്ലേ? ഉണ്ട് ഇല്ലേ? നിങ്ങളുടെ ബ്രെയിനിലോട്ടും വെയിനിലോട്ടും അത് പമ്പ് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ചോക്ലേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ഇച്ചിരി ബാക്കി എല്ലാം വെച്ചേക്കണം. വൈൻ കൊക്കോയിൽ നിന്ന് എടുത്തതാണോ? കൊക്കോന്റെ വൈൻ.
ഇതിന്റെ അങ്ങനെ ടേസ്റ്റ് ഭയങ്കര മാറുമില്ല. അത് ഒരു ഇച്ചിരി സിപ്പ് ചെയ്തു, ആ കയ്പ് വരുമ്പോ സിപ്പ് ചെയ്യാവും, അല്ലാതെ വെറുതെ ചെയ്ത്. ഇപ്പൊ വെള്ളം കുടിച്ചു. കഴിഞ്ഞോ? ആ, വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞു. ആ. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞാണോ? ആ. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചു. ചോക്ലേറ്റ് കഴിഞ്ഞോ? ആ, ചോക്ലേറ്റ് കഴിഞ്ഞ് വെള്ളം കുടിച്ചു. ചോക്ലേറ്റ് കഴിയുമ്പോൾ വെള്ളം കുടിക്കും. ആ വായിലേക്ക് വെള്ളം കുടിക്കും. വായ ഫ്രഷ് ആവാൻ. ആദ്യം ചോക്ലേറ്റിന്റെ കൂടെ വൈൻ കഴിച്ചപ്പം നിങ്ങൾ ബൂസ്റ്റ് ചെയ്തു. രണ്ടാമത് വൈൻ കഴിച്ചപ്പോൾ ബൂസ്റ്റ് ചെയ്തില്ല. കാരണം ഒരു മധുരവും ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് വന്നുള്ളൂ. അപ്പോ അവിടെ ബൂസ്റ്റ് ചെയ്ത് എന്താ എന്നാണ് എന്റെ ചോദ്യം. ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് അല്ലേ നിങ്ങൾ ബൂസ്റ്റ് ചെയ്തേ? നിങ്ങൾ ചോക്ലേറ്റാ ബൂസ്റ്റ് ചെയ്തേ. ആ ചോക്ലേറ്റിനെ സ്പീഡപ്പ് ആക്കുക മാത്രം വൈൻ ചെയ്തേ. ആ ബൂസ്റ്റപ്പിനെ വൈൻ ഒരിക്കലും നമ്മൾ ബൂസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ? നമ്മുടെ നെർവുകളെ തളർത്തുക ചെയ്യുന്നേ. ഒരിക്കലും അത് നമ്മൾ പറ്റാതെ. മനസ്സിലായോ? അതുകൊണ്ടാ ഇത് ബൂസ്റ്റ് ചെയ്തത് ചോക്ലേറ്റ്. ഇതിനെ ആ ബൂസ്റ്റപ്പിനെ സ്പീഡാക്കുക മാത്രം വൈൻ ചെയ്തേ. അതാണ് സംഭവിച്ചത്. അപ്പോ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര ഗ്രാം ചോക്ലേറ്റ് കഴിച്ചു? വെറും 3 ഗ്രാമിൽ താഴെ ചോക്ലേറ്റ് നിങ്ങൾ കഴിച്ചപ്പം നിങ്ങൾ ഇത്രയും ബൂസ്റ്റ് ചെയ്തപ്പം ചോക്ലേറ്റ് വെറുതെ കഴിക്കുന്ന സാധനമാണ്. ചോക്ലേറ്റിന്റെ കൂടെ വൈനും കൂടി കഴിക്കണം. അപ്പൊ ചോക്ലേറ്റ് അപ്പൊ ഇനി അത് എങ്ങനെയാ നിങ്ങൾ ഫീൽ ചെയ്തേ? അതുകൂടി അറിഞ്ഞു. ഇപ്പം ഒരു ബീനിൽ 54% ബട്ടർ ഉണ്ട്. ആ ബട്ടർ ആയിരുന്നു കൊക്കോ ബട്ടർ. നിങ്ങളുടെ കൈകാണി ചെയ്യും. വെട്ട് നെയ് പോലെ അല്ല, നിങ്ങൾ കയ്യിൽ വെട്ടി വെക്കുമോ? ഈ ബട്ടർ തേച്ചു ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയുടെ ടെമ്പറേച്ചറിൽ ഇത് മെൽറ്റായി ഇല്ലേ? ഇല്ലേ? നിങ്ങളുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ചെയ്തു, വലിച്ചെടുത്തു. ഇല്ലേ? വലിച്ചെടുക്കുന്നില്ലേ ഫാസ്റ്റ് ആയിട്ട്? അപ്പൊ നിങ്ങളുടെ സ്കിന്നില് ഇത് ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തു. ഇത് അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ പുറത്തെ സ്കിന്നിൽ സംഭവിച്ചേ. അപ്പൊ നിങ്ങളുടെ വായുടെ ചോക്ലേറ്റ് കഴിച്ചപ്പോഴേ മെൽട്ടായി, അബ്സോർബ് ചെയ്തു. വായന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തില്ലേ? ഇതിന്റെ ഡബിൾ ആയിട്ട് അബ്സോർബ് ചെയ്തില്ലേ നമ്മുടെ വായില്? ഇത്രയും കട്ടിയുണ്ടോ? ഇല്ല. ഫാസ്റ്റ് ആയിട്ട് അത് അബ്സോർബ് ചെയ്തു. അത് അബ്സോർബ് ചെയ്തപ്പം അതിൽ ഈ പറയുന്ന വിറ്റാമിൻസ് മിനറൽസ് ഉണ്ടായില്ലേ? അതാ നിങ്ങൾ ഫീൽ ചെയ്തേ. അത് അപ്പൊ എന്തുണ്ടാവണം? കൊക്കോ ബട്ടർ ഉണ്ടാവണം. സൗന്ദര്യാസിറ്റ് പോരാ. വീട്ടിൽ നിന്ന് തേച്ച ക്രീമും ഇവിടുത്തെ ക്രീമും കൂടി നോക്കാണ്. അപ്പോ കൊക്കോ ബട്ടർ, ആ ബട്ടർ ഉള്ളത് കൊണ്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോ ചോക്ലേറ്റ് വെറുതെ കഴിക്കുന്ന സാധനമാണോ? അല്ല, ഇറ്റ്സ് എ മെഡിസിനാ. ഇത് പ്രായത്തിനനുസരിച്ച് ചോക്ലേറ്റ് കഴിക്കുന്നത്. ചോക്ലേറ്റ് പ്രായത്തിനനുസരിച്ച് കഴിക്കാവൂ. എന്താണ് അതിന്റെ കാരണം? ഇപ്പൊ പ്രായം കൂടിയവര് കുറച്ച് കഴിക്കണമെന്നാണോ? അല്ല, പ്രായത്തിനനുസരിച്ച് ചോക്ലേറ്റ് കഴിക്കണ്ടേ. എന്താണ് പ്രായത്തിനനുസരിച്ച് ചോക്ലേറ്റ് കഴിക്കുന്നത് പറയാൻ കാരണം? ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് 80% ഡാർക്ക് അല്ലെ? 3 ഗ്രാമാണ് നിങ്ങൾക്ക് തന്നെ. അത് ഞാൻ 5 വയസ്സുള്ള കുട്ടിക്ക് കൊടുത്തെന്ന് വെച്ചു. ഈ 3 ഗ്രാം ചോക്ലേറ്റ് 80 കിറങ്ങി പോകുന്നു. അവരുടെ നെർവുകൾ അത് അബ്സോർബ് ചെയ്യാൻ പാകപ്പെടുമോ? ഇല്ല, അവര് നെർവ് പാകപ്പെടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റീസിലോട്ട് വരും. എന്താണ് കാരണം? നമ്മള് അത് എവിടെയായി സംഭവിക്കുന്നത്? ഹൈപ്പർ ആവും. എന്താണ് അതിന്റെ കാരണം? അപ്പോ എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റീസ്? ഈ സ്റ്റിക്ക് 5 വയസ്സുള്ള കുട്ടി എടുക്കണം എന്നാ തീരുമാനിക്കുന്നത് അല്ലെ? അപ്പൊ എന്താ തീരുമാനിക്കുന്നത്?
തീരുമാനിക്കുമ്പോൾ ബ്രെയിനിലേക്ക് സിഗ്നൽസ് ചെയ്യും, കൈ പ്രവർത്തിക്കും, അങ്ങനെയല്ലേ? അതേസമയം ഈ ഹൈപ്പർ ആവുമ്പോൾ എന്ത് വെച്ചെന്നറിയോ? കൊച്ചു ചിന്തിക്കും, പക്ഷേ സിഗ്നൽസിൽ മാറ്റം വരും. ഈ വിറ്റാമിനുള്ള കൂടുതൽ കൊണ്ട് സിഗ്നൽസിൽ മാറ്റം വരുമ്പോൾ അവരെന്തും അത് തട്ടിക്കളയും. അവർ നോക്കുമ്പോൾ അവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി അവിടെ തട്ടി, അല്ലേ? അവരങ്ങനെയാണ്. കാരണം എന്താ? ഈ വിറ്റാമിനുകളുടെ വ്യത്യാസമാണ്. അത് ഹൈപ്പർ ആവും, അത് ഹൈപ്പർ ആക്ടിവിറ്റീസ്. അത് രണ്ട് രീതിയിലാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഒന്ന്, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ, പിന്നെ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ അവിടെ നിന്ന് ഈ സാധനത്തിൽ ഉണ്ടാവും ഡാർക്ക് ചോക്ലേറ്റ്, അല്ലേ? ലാസ്റ്റ് നമ്മുടെ അടുത്തത് അത് ഫ്രിഡ്ജിൽ വെക്കും. കാരണം ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ കൊടുക്കുമ്പം കൊച്ചു വേഗം ആക്റ്റീവോ, അല്ലെങ്കിൽ ഇത് കൊടുത്ത് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് കൊടുക്കുമ്പം ആക്റ്റീവ് കൂടുതൽ എന്ന് വെച്ചാൽ ഭയങ്കര ഉണർവ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊച്ചു പയ്യെ ചെരുപ്പ് ഡൗൺ ആയിരുന്നുണ്ടാവും. 2-3 വയസ്സുള്ള കുട്ടികളെ ആരെയും പറയുന്നേ ആക്റ്റീവ് ആവുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ കൊടുക്കും. ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് മേടിക്കുന്ന മിക്ക ആൾക്കാരും കൊച്ചിന് പ്യൂറായിട്ട് കൊടുക്കാനാ. വരുമ്പോ ഡാർക്ക് വേണമെന്നാ പറയുന്നേ, 80% ഡാർക്കൊക്കെ വേണമെന്നാ പറയുന്നേ. ഞാൻ കൊടുക്കൂല. ഞാൻ ഈ കാര്യം പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം അവര് ഇത് ചെയ്യുന്നു. പക്ഷെ കൊടുക്കാൻ പാടില്ല, കാരണം അവരുടെ ചിന്തകൾ മാറിപ്പോകും. അവര് അറിഞ്ഞല്ല ഇത് ചെയ്യുന്നു എപ്പോഴായിട്ട്. അപ്പൊ എങ്ങനെയാ പിന്നെ ചോക്ലേറ്റ് പിന്നെ അമ്മ ഫീഡ് ചെയ്യുമ്പോ വരും. ഈ അമ്മമാര് നമ്മള് ഈ ഇതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കും, സ്ട്രെസ് കുറയ്ക്കാനേ. അപ്പൊ ഈ ഫീഡിങ് ടൈമിലാണ് ഇവര് കഴിക്കുന്നതെങ്കിൽ അത് കൊച്ചിന് പാലിലൂടെ കിട്ടും, അങ്ങനെയും വരും. മനസ്സിലായോ? എന്താ മിൽക്കി ബാർ? നമ്മള് കടയിൽ നിന്ന് മേടിക്കും മിൽക്കി ബാർ ആയിട്ടല്ലേ? ചോക്ലേറ്റ് ആണോ? അല്ല, മിൽക്കി ബാറാ. കൊക്കോ പൗഡർ പ്ലസ് കൊക്കോ ബട്ടർ ഈസ് ഈക്വൽ ടു ചോക്ലേറ്റ്. കൊക്കോ ബട്ടറും ചേരുന്നത് ആ ചോക്ലേറ്റ്. മനസ്സിലായോ? അത് ഏതെങ്കിലും ഒന്നിരിക്കുന്ന ചോക്ലേറ്റ് അല്ല. മനസ്സിലായോ? ഇതാണ് മിൽക്കി ബാർ. അപ്പോ ഇനി 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തിന്റെ കണ്ടന്റ്? മിൽക്കിന്റെ. അതെ, അപ്പൊ അവർക്ക് മിൽക്കി ബാർ കൊടുക്കണം. മിൽക്കി ബാർ കൊടുക്കുമ്പോ എങ്ങനെയാ? അവർക്ക് വിറ്റാമിൻസ് മിനറൽസ് അല്ല ആവശ്യം, കാൽസ്യത്തിന്റെ കണ്ടന്റ്. അപ്പൊ എങ്ങനെയാ? 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അവര് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ? മിൽക്ക്, ഷുഗർ, കൊക്കോ ബട്ടർ. മിൽക്ക് എന്ന് പറയുന്നത് കാൽസ്യം, ഷുഗർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്, ബട്ടർ എന്ന് പറയുന്നത് അത് അബ്സോർബ് ചെയ്യുന്ന കണ്ടന്റ്. എന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അബ്സോർബ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് ഇല്ലേ? അപ്പൊ ആ കൊച്ചു കഴിക്കുമ്പോൾ പാലിന്റെ കണ്ടന്റ് കിട്ടില്ലേ? ഫാസ്റ്റ് ആയിട്ട് കിട്ടില്ലേ? നമ്മൾ 1 ഗ്ലാസ് പാല് കഴിക്കുന്നതിന്റെ സ്പീഡിൽ അത് അബ്സോർബ് ചെയ്യും. അങ്ങനെയാ. പിന്നെ എങ്ങനെയാ? അടുത്ത കണക്ക് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നടക്കുന്ന പ്രായം, കൊച്ചു നടക്കുന്ന പ്രായമല്ലേ? അപ്പൊ അവർക്ക് എനർജി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഏത് കഴിയും? മിൽക്ക് ചോക്ലേറ്റ് കഴിയും. മിൽക്ക് ചോക്ലേറ്റ്, ലൈറ്റ് മിൽക്ക്. ഇതാണ് മിൽക്ക് ചോക്ലേറ്റ്. മിൽക്ക് ചോക്ലേറ്റ് കഴിക്കണം. അപ്പൊ മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 15 മുതൽ 25% കൊക്കോന്റെ കണ്ടന്റ്, മിൽക്ക്, ഷുഗർ, അങ്ങനെ വരുന്നില്ല. അതിനകത്ത് ബട്ടർ വേണം. അപ്പൊ അഡീഷണൽ നമ്മൾ ബട്ടർ ചേർക്കും. അപ്പോ അത് അബ്സോർബ് ചെയ്യില്ലേ ഫാസ്റ്റ് ആയിട്ട്? അത് കഴിക്കണം, മിൽക്ക് ചോക്ലേറ്റ്. പിന്നെ 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ടീനേജ് പ്രായം, നമുക്ക് എനർജി കൂടുതൽ വേണം. അപ്പൊ ഇത് കഴിക്കണം, ഡാർക്ക് മിൽക്ക്. അങ്ങനെ ഡാർക്ക് മിൽക്ക് അത് 25 മുതൽ 40% കൊക്കോന്റെ കണ്ടന്റ്. അതിനെയാണ് ഡാർക്ക് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് ഡയറി മിൽക്കിന്റെ ഒക്കെ അതൊക്കെ പറയണ്ട. ഡയറി മിൽക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പെർസെന്റേജ് ആണ് കണക്ക്. എന്നുവെച്ചാൽ 25 മുതൽ 40 വരെ ഉള്ളതിനെ ഡാർക്ക് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ നെർവുകൾ അത് അബ്സോർബ് ചെയ്യാൻ പാകപ്പെട്ടുകൊണ്ടിരിക്കില്ലേ ഓരോ വർഷം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങള് അത് കഴിഞ്ഞ എങ്ങനെയാണ്? 22 വയസ്സ് കഴിഞ്ഞു. പിന്നെ ചോക്ലേറ്റ് എങ്ങനെയാണ്? അല്ല, പിന്നെ നമ്മൾ കടകളിൽ നോക്കി അറിയാം പെർസെന്റേജ് വയസ്സാണ് എന്ന് പറഞ്ഞാൽ 45% ആക്കുന്നു, 55% ആക്കുന്നു, 60% ആക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറയാം. അങ്ങനെയാണ്.
അങ്ങനെ ഓരോ പെർസെൻറ്റേജ് വൈസ് എഴുതിയിട്ടുണ്ട്. 60, 70, 80, 90, 95, 99 വരെ ഉണ്ട്. അതെന്തിനാ അങ്ങനെ പെർസെൻറ്റേജ് എഴുതുന്നത്? അത് പ്രായത്തിനനുസരിച്ച് കഴിക്കാൻ, പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൊക്കോന്റെ കണ്ടന്റ് കൂടും, അതിന് ഷുഗറിന്റെ കണ്ടന്റ് കുറയും, മിൽക്കിന്റെ കണ്ടന്റ് ഇല്ലാണ്ടോ, അങ്ങനെയാണ്. അപ്പോ 50 വയസ്സായി കഴിക്കുന്നത് 65% ഡാർക്കാ, 65%. അത് നിങ്ങൾക്ക് 80 കഴിക്കാം, അപ്പൊ അളവിൽ കുറയ്ക്കണം. അങ്ങനെ ഷുഗർ ഒന്നും ഒരു വിഷയമല്ല. ഇതിലെ ആ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ആയി ഷുഗർ എന്ന് പറയുന്നത്. അത് നമുക്ക് വേണ്ട സാധനം. അപ്പൊ അങ്ങനെയാ ചോക്ലേറ്റ്. ഇനിയിപ്പം നമ്മള് അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് കൊക്കോന്റെ കണ്ടന്റ് കൂടും, ഷുഗറിന്റെ കണ്ടന്റ് കുറയും, മിൽക്കിന്റെ കണ്ടന്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ പോയി പിള്ളേരുടെ ചോക്ലേറ്റ് കഴിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പണി അതാ. അത് ടേസ്റ്റിന് വേണ്ടി കഴിക്കണതാണ്. അതാ പറഞ്ഞേ, അത് ടേസ്റ്റിനാവുമ്പോ ഷുഗർ കൂടും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാ. നീ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ മതി കേട്ടോ. അതാ ഞാൻ റോസ്മേരിയോട് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വന്ന അപ്പൊ സാമ്പിള് കഴിച്ചപ്പോ ഭയങ്കര കയ്പ്. അതാണ്, വയസ്സായ ഇച്ചിരി കയ്പൊക്കെ ആവാം. അല്ല, അത് നമ്മൾ ഇതിനകത്ത് ഒരു പെർസെന്റേജ് ഉണ്ട്, അത് കേട്ടില്ല ഞാൻ പറയാം. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഇത് പ്രായത്തിനനുസരിച്ചാണ് ചോക്ലേറ്റ് കഴിക്കണേന്ന് പറഞ്ഞു. അപ്പം ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെ മിൽക്കി ബാർ, 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ മിൽക്ക് ചോക്ലേറ്റ്, 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ഡാർക്ക് മിൽക്ക്, 22 വയസ്സ് മുതൽ മുകളിലോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർസെന്റേജ് വയസ്സാ എന്ന് പറഞ്ഞാൽ 45%, 55%, 65% അങ്ങനെ കാണാമല്ലേ. അതെന്തിനാ? ഇത് പ്രായത്തിനനുസരിച്ച് കഴിക്കാൻ. പ്രായം കൂടുന്നതിനനുസരിച്ച് കൊക്കോന്റെ കണ്ടന്റ് കൂടും, മിൽക്കിന്റെ കണ്ടന്റ് ഇല്ലാണ്ടാവും, ഷുഗറിന്റെ കണ്ടന്റ് കുറയും. 50 വയസ്സുള്ളവർ കഴിക്കുന്നത് 65% കഴിക്കാം, അല്ലെങ്കിൽ 80 കഴിക്കാം, 80 കഴിക്കാം, അളവിൽ കുറയ്ക്കണം. അത് ശരിക്കും ഒരു 70 വയസ്സ് കഴിഞ്ഞവർക്കാണ്. കാരണം അവർക്ക് മെമ്മറി ലോസ് ആവും. അല്ല, മധുരമില്ലേ, മെമ്മറി ലോസ് ആവും. മെമ്മറി ലോസ് ആവുന്ന വെച്ചാൽ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ഇല്ലാതെ വരുന്നോണ്ടാണ്. ചോക്ലേറ്റിൽ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ഹൈയാ, കൂടുതലാണ്. അപ്പൊ അത് കഴിക്കണം. അപ്പൊ നമ്മൾ പിച്ചുകയും പറയില്ല നമ്മുടെ കാക്കന്മാര്, അല്ലെങ്കിൽ ഇപ്പൊ നേരം വെളുത്തോ സാരി എടുത്തോ ആരാണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി എന്നൊക്കെ പറയും. ആ ചിന്തയ്ക്ക് എന്നും ഓരോ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം. മനസ്സിലായോ? ആ ഇതിന്റെ പ്രശ്നം മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ഇല്ലാതാവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ എന്നിട്ട് വലിയ ആശുപത്രിയിൽ പോയി ഗുളിയൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷെ അതൊന്നും വേണം, നേരെ ജോവിന് ചോക്ലേറ്റ് കൊടുത്താൽ അത് മാറുന്ന കേസാണ്. നമ്മള് ചോക്ലേറ്റ് കഴിക്കും, ഷുഗർ ഉള്ളപ്പോഴും ചോക്ലേറ്റ് കഴിക്കും. ഷുഗർ ഉള്ളവര് ഇന്നെ മേടിച്ചിട്ട് പോകും. ഷുഗർ ഉള്ള ഒരു ചോക്ലേറ്റ് കഴിക്കണം. എന്താണ് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ, നമ്മളത് ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് നമ്മൾ ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ പരവേശം തുടങ്ങും. അങ്ങനെയല്ലേ നമുക്ക് പരവേശം തുടങ്ങും? അതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ നെർവുകൾ ചുങ്ങുമ്പോഴാണ്. മനസ്സിലായോ? ആ നെർവുകൾ ചുങ്ങുമ്പോഴാണ് നമുക്ക് പരവേശം വരുന്നേ. അതിനെ ബൂസ്റ്റപ്പ് ചെയ്യണം. എങ്ങനെ? 6 to 10 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം. എബോ 80% എബോ കഴിക്കും. അത് കഴിക്കുമ്പോൾ എന്ത് പറ്റും? ചോക്ലേറ്റ് കഴിച്ചാൽ വിശക്കില്ല. എനർജി ഫോം ചെയ്യും. ഡൈജഷൻ ആവും. പിന്നെ എന്തൊക്കെ പറ്റും? ഉറക്കം വരുമോ? ഉറക്കം പറ്റില്ല. അപ്പോ നിങ്ങൾക്ക് പരവേശം ഉണ്ടാവുമോ? വിശക്കൂല ചോക്ലേറ്റ് കഴിച്ചാൽ. അപ്പൊ ആ പരവേശം വരുമോ? ഇല്ല, പരവേശം വരില്ല. അപ്പോ എന്ത് സംഭവിക്കും അവിടെ? അപ്പോ നമുക്ക് ആ പരവേശം ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും മറ്റേതെങ്ങനെയാണ് എവിടെയെങ്കിലും സൈഡ് വന്നു, അല്ലേ? ഇതാവുമ്പം അടുത്ത പണിക്ക് പോകും. അതൊക്കെ ചിന്തിക്കണേ. അടുത്ത പണിക്ക് വെക്കും. ഉറക്കം വരില്ലേ ചോക്ലേറ്റ് കഴിച്ചാൽ? ഇല്ല, ഉറക്കം വരില്ല. അടുത്ത പണിക്ക് പോകും. പണിക്ക് പോകുമ്പോൾ കലോറി കട്ടാവും നമ്മുടെ. അങ്ങനെയാ. അതുപോലെ നമ്മൾ പിന്നെ ഫുഡിനോടുള്ള ആസക്തി ഉണ്ടാവില്ല, ക്രേവിങ് ഉണ്ടാവില്ല, ആക്രാന്തം ഉണ്ടാവില്ല. കാരണം എന്താ? കാരണം നമ്മുടെ ആ പരവേശം പോയി. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഭക്ഷണത്തിലോട്ട് പോകുന്നത്.
അപ്പോൾ ആ പരിവേഷം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കഴിക്കുന്നത് എങ്ങനെയായിരിക്കും? പച്ചു അരിയായിരിക്കുമോ? കുറച്ച കഴിയൂ. അപ്പൊ ഷുഗർ കൺട്രോൾ ആവും. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട കണ്ടന്റ് ആ ചോക്ലേറ്റിൽ കിട്ടി. അങ്ങനെ കഴിക്കണം. പിന്നെ തടി കുറയാനും കഴിയും. അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഒന്നും കഴിക്കില്ലേ? ചോറ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഏത് സമയത്താണ്? ഉച്ചക്കല്ലേ? കിട്ടുമ്പോഴൊക്കെ കഴിക്കും, അത്രേ ഉള്ളൂ. എപ്പോഴാ കഴിയുന്നത്? അത് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് നന്നായിട്ട് കഴിച്ചത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഉറക്കം വരും. മനസ്സിലായോ? അല്ലേ? ഉച്ചയ്ക്ക് ഉറങ്ങാറ് തീർന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കണ ഭക്ഷണത്തിന്റെ ആ എനർജി എപ്പോഴെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു ഇല്ല. അപ്പൊ അത് ഫാറ്റ് ആവില്ല. നിങ്ങൾ എത്ര ജിമ്മിൽ പോയി എന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്ത് വർക്കൗട്ട് ചെയ്താലും ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഉച്ചയ്ക്കാണ്. അല്ലേ? ഉച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കഴിക്കുന്നേ. ആ എനർജി നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് ഫാറ്റായിട്ട് രൂപപ്പെടുന്ന. നിങ്ങൾ എത്ര കീറ്റോ ഡയറ്റ് ചെയ്താലും ഫാറ്റ് കുറയില്ല. അതുപോലെ നിങ്ങൾ ഉച്ചയ്ക്ക് രാവിലെ എത്ര വർക്കൗട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഉറങ്ങിക്കോ, അതൊരിക്കലും മാറില്ല ആ ഫാറ്റ്. നിങ്ങൾ അത് കഴിഞ്ഞ് നോക്കിയോ, ഒന്ന് എറ്റ് ചെയ്യുമ്പോൾ ചായ കുടിച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു ചായയോ ഒരു കാപ്പിയോ കുടിച്ചാൽ ആ എനർജി നമുക്ക് കിട്ടുമെന്ന് പറയും. പക്ഷെ 2 സെക്കൻഡ് നേരത്തേക്കാ നിങ്ങൾക്ക് ആ കാഫീൻ നിങ്ങളെ എനർജറ്റിക് ആക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇതെന്ത് ചെയ്യണം? ഈ നിങ്ങൾ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ അറിയാം, അവിടെ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടോ? ഒരു ചെറിയ പീസ് ടേബിൾ അല്ലെങ്കിൽ കൗണ്ടറിൽ കാണും. എന്തിനാ അവരെല്ലാം ഫുഡ് കഴിക്കുന്നു, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നു? അതിന്റെ കാരണം എന്താ? അതിനൊക്കെ കാരണങ്ങളുണ്ട്. വെറുതെ കഴിക്കണം അല്ല. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കൂലേ, ആ കഴിക്കുന്ന ഫുഡിന്റെ എനർജി നിങ്ങൾ ആ ചോക്ലേറ്റ് കഴിക്കുമ്പം ഫോം ചെയ്യും. എന്ന് വെച്ചാൽ എനർജി ആയിട്ട് അത് ഫോം ചെയ്യും. നിങ്ങൾക്ക് എന്തു പറ്റും? അത് ഫോം ചെയ്യുകയും ചെയ്യും. ഡൈജഷൻ ഉണ്ടാവും. ഉറക്കം വരുമോ? ഇല്ല. എനർജി ഫീൽ ചെയ്യും. ഇതെല്ലാം അവിടെ നടക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയും? കഴിച്ച ഭക്ഷണം കുഴപ്പമില്ല, അതിന് ഉറങ്ങില്ല. നിങ്ങൾ അത് അടുത്ത പണിക്ക് പോകും. ആ എനർജി നിങ്ങൾക്ക് എനർജി ഫോം ചെയ്യില്ല. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നെർവൽ തളരുമ്പോഴാണ്, ഈ ഭക്ഷണം കഴിച്ച് നെർവൽ തളരുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതിന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കണം. അത് കുറയും. അത് നിങ്ങളൊന്ന് ശീലിച്ചു നോക്കും. ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കും, അത് വ്യത്യാസം കാണിക്കും. മനസ്സിലായോ? ഭക്ഷണം കഴിഞ്ഞ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം. അല്ലാണ്ട് മധുരം കഴിക്കരുത്. ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസ്, ഒരു 3 ഗ്രാമോ 6 ഗ്രാമോ കഴിച്ചാൽ മതി. കഴിക്കുന്നു. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഊണാതെ കഴിക്കുന്ന സമയത്ത് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ അങ്ങനെ നിൽക്കുന്നേ. ഞാൻ ഡയറ്റൊന്നും ആയിട്ടല്ല, മിഠായി ചോക്ലേറ്റ് കഴിച്ചാ ഞാൻ ചോക്ലേറ്റ് കഴിച്ചാ ഞാൻ നിൽക്കുന്നേ. ഞാൻ ഇടയ്ക്ക് ഒരു ഡാർക്ക് എടുത്ത് കഴിക്കും. അതാ എന്റെ എനർജി. എനിക്ക് ആദ്യം ഇത്രയും വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനുഭവങ്ങളാണ് ഇതിലല്ല. ഷുഗർ ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറവാ. നമ്മൾ ബോർഡറിൽ ഇങ്ങനെ നിന്ന് കളിക്കുക. ചെറിയൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. നിങ്ങൾ ചുമ്മാ പത്രം കുടിച്ചാൽ. കാരണം അത് നമ്മുടെ ബോഡിയിലോട്ട് ഇത് വർക്കൗട്ടിലേക്ക് ചേർന്ന് വെച്ചാൽ ഈ വിറ്റാമിൻസിന് വ്യത്യാസം വരുമ്പോൾ പല പ്രശ്നങ്ങളും ഡൈജഷൻ കറക്റ്റ് ആവില്ല. നിങ്ങൾ ഇപ്പം നമ്മളെന്താ പ്രശ്നം, ഈ ഡൈജഷൻ കറക്റ്റ് ആവാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് നല്ല നട്ട് കിട്ടും. അപ്പം അതവിടെ കിടക്കും. അതായത് ഈ നമ്മൾ കഴിച്ച ഭക്ഷണത്തെയും എനർജി ആക്കി മാറ്റാൻ ചോക്ലേറ്റ് നല്ലതാണ്, ഡാർക്ക് ചോക്ലേറ്റ്. ഇപ്പൊ നമ്മൾ എന്തിനാ ഈ ഭക്ഷണം കഴിക്കുന്നത്? നമ്മള് എനർജിക്ക് വേണ്ടിയാ. അത് ആ എനർജി എടുക്കണം. വണ്ടിയിൽ എന്തിനാ ഡീസൽ അടിക്കണേ? അത് കത്തിച്ചാലല്ലേ വണ്ടി ഓടുള്ളൂ.
അത് കത്തിക്കണ്ടേ, ഉം. അത് സൈഡിലോട്ട് കിടന്നാലോ. അതാണ് സംഭവം. അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. ചോക്ലേറ്റ് കഴിക്കണം, അതുകൊണ്ട് അതൊക്കെ കൊണ്ടാ കഴിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഫുഡിനെ എനർജി ആക്കി മാറ്റാനുള്ള കണ്ടന്റ് ചോക്ലേറ്റിനകത്തുണ്ട്. ഫുഡിനെ എനർജി ആക്കി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ എനർജി അവിടെ ഫോം ചെയ്യും ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ. ഒരിക്കലും ഇല്ലെങ്കിൽ അത് ഫാറ്റായിട്ട് ശരീരത്തിൽ നമ്മൾ ഉറങ്ങിയ ഫാറ്റായിട്ട് വരും. ആ ഈ കീയോ മറ്റ് ഡയറ്റുകളൊക്കെ നമ്മൾ കാണും. ഇതൊന്നും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ പണിയാണ്. അതങ്ങ് ചെയ്താൽ വലിയ ഒരൊറ്റ തലവേദനയില്ല. ഇത് നമ്മളെ കഴിക്കുന്ന ഒരു ശീലം, ആ ശീലങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി, അതവിടെ കറക്റ്റ്. ഈ ഇപ്പൊ ഷുഗറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒത്തിരി ഞാൻ ഇത് ശീലിക്കാതെ വന്നപ്പോൾ എനിക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കയറിപ്പോയി. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ ശീലിക്കുന്നതുകൊണ്ട് എനിക്കത് ഒരു പ്രശ്നമില്ല. ഇതിന്റെ പെയിനുകളുണ്ടെങ്കിൽ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ആദ്യം പോയി പാരസെറ്റമോൾ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ 8 ഗ്രാം 6 ഗ്രാം ചോക്ലേറ്റ് ഡാർക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്രാം ചോക്ലേറ്റ് ആ സമയത്ത് കൊടുത്താൽ മതി. കാരണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂടും, പെയിൻ കുറയും. നിങ്ങളിപ്പോൾ പാരസെറ്റമോൾ കൊടുത്താലും ചെയ്യുന്നത് എന്താ, ആ സർക്കുലേഷൻ കൂടുന്നതാണ്. അത് സംഭവിക്കണേ. ഇതെന്ത് ചോക്ലേറ്റ് കഴിച്ച് അറ്റാക്ക് വരുത്താന്ന് പറയാൻ കാരണം ബ്ലഡിൽ സർക്കുലേഷൻ കൂടുന്നോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതാണ് അങ്ങനെ. കഴിക്കണ കാര്യം പറഞ്ഞു, ഈ ഇതിന്റെ കാര്യം പറയും. ഇത് എങ്ങനെ പ്രോസസ് ചെയ്യണമെന്ന് പറയും. ഇതാണ് എന്റെ ഗുണം. ഇതെന്താ, ഇത് ഡാർക്ക്, ഇത് മീഡിയം പൗഡർ, കൊക്കോ പൗഡർ. ഇതിലേതാണ് അത് നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ ഏതാ ഡാർക്കാ? അല്ലേ? ഇത് ഡാർക്ക്, ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണോ? ഡാർക്കാണോ? അല്ലേ? ഡാർക്കാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ വിശ്വാസം എന്താ പറയുക, ഡാർക്ക് നല്ലതാണ്. അതന്നെ പറഞ്ഞേ, ഡാർക്ക് നല്ലതാണ്. ഡാർക്ക് ചോക്ലേറ്റിലാണ് നല്ലത്, കൊക്കോ പൗഡർ അല്ല. അത് ബ്രൗൺ. ഞാൻ പറയാം എന്താണ് ഈ ഡാർക്ക്. ഇപ്പൊ ഈ ഡാർക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഇല്ല. ഇപ്പൊ ഈ എള്ളെടുത്ത് നമ്മൾ എള്ളിന്റെ കളർ കാണുമ്പോ അല്ലെ, അത് ആട്ടി അതിന്റെ ഓയിലെടുത്ത് അതിന്റെ പിണ്ണാക്കിൽ എന്തിന്റെ കളറാണ്? ബ്രൗൺ. അപ്പൊ അതിനെന്ത് കറുത്ത കളർ കിട്ടാൻ? അപ്പോ ഈ ബീനിന്റെ കളർ കറുപ്പാണ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് ബട്ടർ പോകുമ്പോ അതിന്റെ ചണ്ടിക്ക് എന്തിന്റെ കളർ വരും? കറുപ്പ് വരൂ? ഇല്ല, ഒരിക്കലും വരില്ല. നിങ്ങൾ ഏത് സാധനം എടുത്തു, കൊപ്ര അല്ലേ, നിങ്ങൾ ഏത് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സാധനത്തിലും അതിന്റെ ഒറിജിനൽ കളർ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ യോജിക്കുമ്പോൾ ആ കളർ കിട്ടും. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും ഡാർക്ക് കൊക്കോ പൗഡർ വരില്ല. അപ്പൊ അത് ബട്ടർ മാറ്റിയിട്ടാണോ ഈ പൗഡർ? അതെ, അതാ പറയാൻ പോകുന്നേ. എന്താണ് കൊക്കോ പൗഡർ? ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ എന്താണ് കൊക്കോ പൗഡർ എന്ന് പറയുന്നത്? ഈ ബീൻ ഉണ്ടല്ലോ, ഈ ബീൻ റോസ്റ്റ് ചെയ്യും. നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാകുന്ന രീതിയോ, ഇത് റോസ്റ്റ് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ അരി തുടങ്ങിയിട്ടില്ലേ, ആ സെയിം സാധനം അതിൽ നമ്മൾ ഇതിട്ട് കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ അത് ചീറ്റും. അതിന്റെ തൊണ്ട്, അതിനെയാണ് കൊക്കോ നിബ് എന്ന് പറയുന്നത്. തൊണ്ട് കളഞ്ഞിട്ടുള്ള ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ള പോർഷനാണ്. ഇത് ഒരു ഗ്രൈൻഡറിലോട്ട് ഗ്രൈൻഡ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കാണാം, ഓൾറെഡി ഇപ്പൊ നടക്കുന്നുണ്ട്. അതാ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്യും. അതിനെ ലിക്വിഡ് ഫോമിലോട്ടാണ്. അതിന് പല രീതിയിലും ഗ്രൈൻഡർ അല്ലാതെ പല രീതിയും ഉണ്ട്. ഒരു സാധനം ചേർക്കാൻ പാടില്ല. വാ കണ്ടു. മട്ടുണ്ട്. ഇത് ഫുൾ നിബ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അത് തുണിസഞ്ചി കേട്ടും
ഒരു ബാച്ചായിട്ട് ആ തുണിസഞ്ചി കെട്ടി ഹൈഡ്രോളിക് പ്രസ് വെച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ബട്ടർ വരുന്നതും അതിന്റെ ചണ്ടിയിൽ ആ തുണിസഞ്ചിയിൽ വരുന്ന ചണ്ടി പൊടിക്കുന്ന കൊക്കോ പൗഡർ. അപ്പൊ നല്ല സാധനമൊക്കെ എടുത്തിട്ട് തന്നെ വേസ്റ്റ് ആണ് ഈ കൊക്കോ പൗഡർ. അല്ല, അതിന് വേറെ കാര്യമുണ്ട്, അതും നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അതാണ് കൊക്കോ പൗഡർ. നമ്മൾ ഈ ആട്ടുംപ്രാത്ത് എടുക്കുന്ന പരിപാടി നമ്മുടെ ഈ നാടുകളിൽ ആട്ടുംപ്രാത്ത് എന്ന് വെച്ചാൽ നമ്മള് അത് ഇട്ടിട്ട് ഓട്ടയുള്ള ഇതിലിട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാ ആ സംഖ്യ അതിനകത്ത് ഇറക്കുന്നത് മാത്രം. അത് ചിറ്റിക്കുന്നതിന് പകരം ഹൈഡ്രോളിക് കൊടുക്കും. ബട്ടർ എടുക്കുന്നത് ആ ഓട്ടയുടെ പുറത്തു വന്ന് ആ കുഴലിക്കടെ പുറത്തോട്ട് വരും. അതാണ് അതിന് യെല്ലോ ലൈറ്റ് യെല്ലോ എന്നുവെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ഈ കളർ വരുന്നത്. ഇതാണ് കൊക്കോ ബട്ടർ. അതാണ് ട്യൂബിലൂടെ വരുന്നതാണ് ബട്ടർ. അത് നിങ്ങൾ അതാണ് കൈയുടെ ടെമ്പറേച്ചർ മെൽറ്റ് ആവുന്നത്. അങ്ങനെ അത് നമ്മൾ പ്രസ് ചെയ്ത് അതിലെ ബട്ടർ എടുക്കും, അതിന്റെ ചണ്ടി പൊടിക്കുന്നത് കൊക്കോ പൗഡർ. അതാണ് അതിന്റെ പ്രോസസ്. നമ്മളിത് ചെയ്യുമ്പോൾ ഇപ്പം സാധാരണ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 38 വരെയാണ് നമ്മൾ ബട്ടർ കിട്ടുള്ളൂ. 34-35 വരെ മാക്സിമം. 38 വളരെ റയർ, 35% കിട്ടുള്ളൂ. അതിൽ 54% ഈ പറഞ്ഞ 35, ബാക്കി എത്രയുണ്ട് 19%. അതിൽ ചിലപ്പോൾ 18%, 16% നമുക്ക് കിട്ടും. ഇത് ഈ അല്ല പൗഡറിലേക്ക് ഈ ബട്ടർ പോകും, ഫുള്ള് പോരില്ല. അതാണ് പ്യുവർ കൊക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ് കൊക്കോ പൗഡർ. അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഹൈ ഫാറ്റ് മേടിക്കണം, ഒരിക്കലും ലോ ഫാറ്റ് മേടിക്കരുത്. കാരണം അത് ഗുണമുണ്ടാവില്ല. കാരണം എന്താ, ആ ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഹൈ ഫാറ്റ് കൊക്കോ പൗഡർ മേടിക്കുമ്പോൾ എന്താ ഗുണം? അതിന് നിങ്ങളിപ്പം മറ്റേ പൊടി പൗഡർ മേടിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോഴല്ലോ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്ലേവർ ഉണ്ടാവില്ല. കാരണം അതിൽ കൊക്കോ ബട്ടർ ഇല്ല, അതിൽ 5% ഉള്ളൂ. അത് നമ്മൾ ഫീൽ ചെയ്യില്ല. അപ്പോ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ പിള്ളേർക്ക് എന്തെങ്കിലും ജ്യൂസായിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കുമ്പോഴും ഹൈ ഫാറ്റ് ഉള്ള കൊക്കോ പൗഡർ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായോ? അപ്പോഴേ അതിന് സ്മെല്ലും ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഹൈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാ, ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, കൊക്കോ പൗഡർ പ്ലസ് കൊക്കോ ബട്ടർ ഈസ് ഈക്വൽ ടു ചോക്ലേറ്റ്. അപ്പോ കൊക്കോ പൗഡറിൽ എന്താണ് ബട്ടർ ഉണ്ടെങ്കിലല്ലേ ചോക്ലേറ്റ് ആവുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം ചോക്ലേറ്റ് ആവണമെങ്കിൽ ബട്ടർ വേണ്ടേ? അപ്പൊ ഹൈ ഫാറ്റ് ഉള്ള കൊക്കോ പൗഡറെ മേടിക്കാവൂ. അത് നാച്ചുറൽ മേടിക്കാം, ആൽക്കലൈസ് മേടിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ കാണും പല ഗ്രേഡ്, എങ്ങനെയാ ലൈറ്റ് വേണോ ഡാർക്ക് വേണോ മീഡിയം വേണോ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയല്ലേ? അത് അതിന് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. അത് ഞാൻ പറയാം, അത് നെക്സ്റ്റിൽ പറയുമ്പോൾ കറക്റ്റ് ആവും. മനസ്സിലായോ? അപ്പോ ഇതെല്ലാം ചണ്ടി പൊടിച്ചത് കപ്പൽ കിട്ടില്ല അല്ലേ? എന്താണ് ഈ ഡാർക്ക്? ഈ ഡാർക്ക് എന്ന് പറയുന്നത് 1:1:50 എന്ന് പറഞ്ഞാൽ 1 കിലോ ബീൻ, ഇതുപോലെ 1 കിലോ ബീൻ 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം ബേക്കിംഗ് സോഡയിൽ 1 മണിക്കൂർ നേരം കുതിർത്തിയിടുമ്പം ഇതിന് കറുത്ത കളർ തിരിക്കും. എന്നിട്ട് അതിന്റെ ബട്ടർ തിരിക്കും, അത് ഫുള്ള് തിരിക്കും. പിന്നെ ബട്ടർ തിരിക്കും. ആ ബട്ടർ തിരിച്ച് അതിന്റെ ചണ്ടി കുടിക്കുന്ന കൊക്കോ പൗഡർ. അപ്പൊ കറുത്ത കളർ ഇട്ടു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാ അതിന്റെ കാരണക്കാരി. ഡാർക്ക് നല്ലതാണെന്ന് മനസ്സിലായി ഈസി ആയിട്ട് അവർ മാർക്കറ്റ് ചെയ്തു. എന്തൊക്കെ സാധനങ്ങളാണ്? കാരണം ഡാർക്ക് നല്ലതാണ്. കാരണം ഇത് കറുത്ത കളറാണ്. ഇത് 10 വർഷമായുള്ളൂ ഇങ്ങനെ വന്നിട്ട്, ഇതുവരെ അത് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നല്ല പൗഡർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത് ഒത്തിരി കമ്പനികൾ വന്നു. കോമ്പറ്റീഷൻ മാത്രമല്ല, ഇത് ഇതിന്റെ ബട്ടർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോ ഇതിന്റെ ഈ ബട്ടറിന്റെ കണ്ടന്റ് ഇത് ഏറ്റവും എക്സ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 2500-3000 രൂപ വില, അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന് 7000 രൂപ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ എല്ലാ കടയിലും കിട്ടും. ആ ബാറ് സാധാരണ നമുക്കത്
പണ്ടൊക്കെ 1-2 കടയിൽ കിട്ടുള്ളൂ. എല്ലായിടത്തും ഇപ്പൊ എല്ലായിടത്തും. കാരണം അത് ഒത്തിരി കമ്പനികളുണ്ട് അല്ലേ? മറ്റേത് ഉണ്ടായിരുന്നില്ല. അത് ഈ ബട്ടർ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് ചണ്ടി എന്ത് ചെയ്യണം? കാട്ടിക്കളയേണ്ട സാധനം. അത് നിങ്ങൾക്ക് വെജ് ഫാറ്റും അതുപോലെ ഷുഗറും മിൽക്കും ചേർത്ത് കോമ്പൗണ്ടായി നമുക്ക് വരുന്നതാണ്. അതാ കോമ്പൗണ്ട്. അത് ഞാൻ പറയാം. അത് അപ്പോ എന്താണ് ഡാർക്ക് എന്നാ പറയുന്നത്? ഇത് ഈ കൊക്കോ പൗഡർ ഇത് 1:1:50. ഒരു കിലോ ബീൻ 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം ബേക്കിംഗ് സോഡയിൽ നമ്മൾ 1 മണിക്കൂർ നേരം കുതിർത്തിയിടുമ്പം ആ ബീന്റെ കളറ് കറുത്ത കളറാവും. അത് പൗഡർ ആക്കുന്നതാ ഇത്. എന്താ ഡാർക്ക്? അപ്പോ നമ്മള് ഈ ഡാർക്ക് നമ്മൾ കുട്ടികൾക്ക് പാലില് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ടോ? മേടിക്കാറുണ്ടോ ആരെങ്കിലും? എല്ലാം ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും. അല്ലേ? എല്ലാം ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും. എന്തുകൊണ്ടാ? വേറെ എല്ലാം നിങ്ങൾ 98% ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കും. അതിന്റെ കാരണം എന്താ? പിള്ളേർക്ക് അത് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് വിചാരിച്ചത് നിങ്ങൾ? അല്ല. അതിന്റെ കാരണം നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചു എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? ഈ പറയുന്ന വിറ്റാമിൻസ് അതിലുണ്ടാവുന്ന ഫൈബർ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അല്ലേ? അതാ അവർ എഴുതിയേക്കുന്നതല്ല. ഈ പറയുന്ന കണ്ടന്റ് അതിൽ നിന്ന് മാറ്റിയ ചോക്ലേറ്റ് കൊക്കോ പൗഡറോട് മാറ്റിയ അതിന് വല്ല സാധനം ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ 1 ഗ്ലാസ് പാലിൽ 1 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കഴിക്കേണ്ട കാര്യത്തിനാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അത് മേടിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതെന്താ ഡാർക്ക്? ഇതെന്തിനാ? നമ്മൾ അതിന്റെ കാരണക്കാര് ഡാർക്ക് നല്ലതാണെന്നാണ് നമ്മുടെ മനസ്സില്. അപ്പൊ ഇതെങ്ങനെ വന്നു? കറുത്ത ബിസ്ക്കറ്റുകളായിട്ടും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ഡാർക്ക് കോമ്പൗണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നില്ല. ഇനി എന്താണ് കറുത്ത ബിസ്ക്കറ്റ്? അല്ല, ആദ്യം കോമ്പൗണ്ട് മാത്രം. എന്താണ് ഡാർക്ക് കോമ്പൗണ്ട്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടയിൽ നിന്ന് ഡാർക്ക് കോമ്പൗണ്ട് കഴിക്കും ഇല്ലേ? അത് 207 രൂപ വില. പക്ഷേ മിൽക്ക് കോമ്പൗണ്ടിന് 257 രൂപ വില. അപ്പൊ കൊക്കോന്റെ കണ്ടന്റ് കൂടുമ്പം വില കൂടണ്ടേ? കൊക്കോന്റെ കണ്ടന്റ് കൂടുമ്പോ വില കൂടണ്ടേ ആ സാധനത്തിന്? അല്ല, കൊക്കോന്റെ കണ്ടന്റ് ഡാർക്കിന് കൊക്കോന്റെ കണ്ടന്റ് കൂടുമ്പോ ആ കറുത്തല്ലേ ഇരിക്കുന്നേ? പിന്നെ എന്തിനാ വില പറയുന്നേ? അതിൽ ഉപയോഗിക്കുന്ന ഈ പൗഡറാ. ഈ കറുത്ത പൗഡറാ ഉപയോഗിക്കുന്നേ. അതുകൊണ്ടാ. അതുകൊണ്ട് അങ്ങനെ വരും. പിന്നെ തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾ ചോക്ലേറ്റ് അല്ല, കോമ്പൗണ്ട് മറ്റേ ഭാഗം അതിന് അങ്ങനെയാണ്. അപ്പോ പിന്നെ എന്തൊക്കെയാ? ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അല്ലെ? ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പൗഡർ മേടിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സ്പഞ്ചിന് ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടോ? ഇല്ല. കറുത്ത കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഉണ്ടാവില്ല. അതിന് കാരണം അതാ. പിന്നെ എന്താ? കറുത്ത ബിസ്ക്കറ്റുകൾ. എന്താണ് ഈ കറുത്ത ബിസ്ക്കറ്റ്? അപ്പോ കറുത്ത ബിസ്ക്കറ്റുകൾ എന്തൊക്കെയാണ്? ഓറിയോൺ, ബോർബോൺ, ഡാർക്ക് ഫാന്റസി അല്ലേ? കഴിക്കാറുണ്ടോ? അല്ലേ? കഴിക്കാറുണ്ട്. ഇനി ഒരു വട്ടം കൂടി നിങ്ങളത് മേടിക്കണം. ഈ പറഞ്ഞ കുക്കീസുകൾ, ബിസ്ക്കറ്റുകൾ. എന്നിട്ടേ വീട്ടിലുള്ള ഉറുമ്പിന് ഇട്ട് കൊടുക്കണം. വീട്ടിലുള്ള ഉറുമ്പിനെ അത് ഇട്ട് കൊടുക്കണം. ഉറുമ്പ് അത് കഴിക്കുന്നെങ്കിൽ മാത്രമേ പിള്ളേർക്ക് അത് കൊടുക്കാവൂ, നിങ്ങളും അത് കഴിക്കാവൂ. കഴിക്കാറുണ്ടോ? ഉറുമ്പ് പോലും കഴിക്കില്ല. നമ്മുടെ ഗതികേടെന്ന് ആലോചിച്ചേ. നമ്മൾ ഇത്രയും തരം താന്നു പോയി. കാരണം എന്താ? ഉറുമ്പിന് വേണ്ടാതാ നമ്മൾ കഴിക്കുന്നത്. ഉറുമ്പ് തിന്നില്ല. അതിൽ 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിന് മധുരമില്ലാഞ്ഞിട്ടല്ല, അതിന് മധുരമില്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് അത് കഴിക്കാത്തത് പറയാം? കെമിക്കലൊന്നും ഇല്ല. എന്താണ് അതിന്റെ കാരണം? ഉറുമ്പ് കഴിക്കണം. നിങ്ങൾ ഈ സാധനം മേടിക്കുന്ന ഉറുമ്പിലിട്ട് കൊടുത്തു കഴിക്കില്ല, മധുരമായിട്ടല്ല. എന്താണെന്നറിയാവോ? ഇതിൽ ഈ ബീന്റെ പ്രത്യേകതയാണ്, ഇത് കൊക്കോന്റെ ബീനാണ്. ഇതിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു കണ്ടന്റും പുറന്തള്ളില്ല. ഇതിലേ കേറുന്ന ഒരു കണ്ടന്റും പുറന്തള്ളില്ല എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയിൽ 1 മണിക്കൂർ നേരം ഇത് ഇട്ടാൽ എന്ത് പറ്റും? ഇത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്ന കണ്ടന്റ് പുറന്തള്ളില്ല. അതേസമയം നിങ്ങളൊരു ബോണ്ടയിലോ ഉണ്ണമ്പുരി ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ കേക്ക് വേറെ ഉണ്ടാക്കിയത് കൊക്കോ പൗഡറിനകത്ത് കേക്ക് ഉണ്ടാക്കിയാലും അത് പുറന്തള്ളും ഇല്ലേ? അത് പുറന്തള്ളും. പക്ഷെ ഈ കൊക്കോ പൗഡർ ഇത് പുറന്തള്ളില്ല. അപ്പൊ എന്ത് പറ്റും? ഇത് പുറന്തള്ളില്ലേ സാധനം? നിങ്ങൾ ഇത് കഴിക്കുമ്പം നിങ്ങളുടെ ഷെല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങും, ദ്രവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങള് ഒരു കുറച്ച് കഴിയുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം എന്നറിയോ? ഇതിന് പെയിൻ ഇല്ല എന്നുള്ളതാ വേറൊരു സത്യം. ഈ ദ്രവിക്കലിന് പെയിൻ ഇല്ല. പക്ഷേ ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല, അവസാന സ്റ്റേജാണ് ക്യാൻസർ. അത് ഫ്രീ ആയിട്ട് അത് സംഭവിക്കും. അതാ ഇതിൽ ദ്രവിച്ചു. നിങ്ങൾ സംശയം നോക്കൂ. അത് ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ടാണോ? അതെ, ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് അത് പുറം തള്ളി പോണം. നമ്മൾ ചെയ്യുന്നവർക്ക് ഉണ്ടമ്പൂരി എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ അത് വീട്ടിൽ പുറം തള്ളി പോവും. പക്ഷെ ഈ ബീനിൽ അത് പോകില്ല, അത് അതിലിരിക്കും. ആ കറുത്ത കളർ നമ്മളെന്താ ഡാർക്ക് നല്ലതാണ് നമ്മളാ മനസ്സിലായത്. അത് തന്നെയാ പ്രശ്നം. അതെ, അതുകൊണ്ടല്ല. അത് എന്താന്ന് പറഞ്ഞു എങ്ങനെ ഉപയോഗിക്കും? അത് നിങ്ങൾ പിള്ളേർക്ക് കൊടുക്കുമ്പോഴും എപ്പോഴും പ്യുവർ കൊക്കോ പൗഡർ കൊടുക്കണം. അതിനകത്ത് ഹൈ ഫാറ്റ് ഉള്ളത് മേടിക്കാവൂ. അതിൽ ആൽക്കലൈസ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ടാവും. ആൽക്കലൈസ് എന്ന് പറഞ്ഞാൽ അത് ആൽക്കലൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് അതിന്റെ കളർ ഉണ്ടാക്കാൻ. പിന്നെ 1% ചെയ്യാം, 1% ആൽക്കലൈസ് ചെയ്യാം, അത് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അതിൽ ഈ ആസിഡുകളുണ്ട്. ഈ ആസിഡുകൾ പോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ചൊറിയും കഴിക്കുമ്പോഴേ, ചോക്ലേറ്റ് കഴിക്കുമ്പോഴും എല്ലാം ചൊറിയും. ഈ ആസിഡ് പോയില്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടോ? അതുകൊണ്ട് അത് ചെയ്യാം. പക്ഷെ ഇത് കൂടുമ്പോ കളർ കൂടും. ആൽക്കലൈസ് ചെയ്യാനാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. ആൽക്കലൈസ് എന്ന് പറഞ്ഞാൽ അതാ. അതുപോലെ ഡച്ച് പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ് അതാണ്. നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ബേക്കിംഗ് സോഡ ഇല്ല, കൊക്കോ പൗഡറാണ് അവിടെ ബേക്ക് ചെയ്യുന്നത്. കാരണം ബട്ടറിന് പകരം അവർ കൊക്കോ പൗഡറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചു കൊണ്ടുപോയിട്ട് ബേക്കിംഗ് സോഡ ഇടണ്ട, ഇത് വെക്കും. അല്ല, ഇത് നമ്മളെങ്ങനെ ആൽക്കലൈസ് ചെയ്യണേ? സാധാരണ ബേക്കിംഗ് സോഡ അത് തന്നെ. ബേക്കിംഗ് സോഡയിൽ കുതിർത്ത് വെക്കുക ചെയ്യുന്നേ. അപ്പൊ അത് ആ കണ്ടന്റ് അബ്സോർബ് ചെയ്യില്ലേ അതിനകത്തേക്ക്? പക്ഷെ അത് അതിനൊരു പെർസെന്റേജ് ഉണ്ട്. ആ പെർസെന്റേജ് തെറ്റാണ്. കറക്റ്റ് ചെയ്യണം. ഞാൻ കഴിക്കുമ്പോൾ ഇല്ലേ? ഇനി അപ്പോ നിങ്ങള് ഈ ചോക്ലേറ്റ് അതിന്റെ പുറത്തുനിന്ന് മേടിച്ചു, പുറത്തുനിന്ന് മേടിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് നിങ്ങളിപ്പോ 3 ഗ്രാം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇല്ലേ? പഴംപൊടിക്ക് ഫീൽ ചെയ്തില്ല? ഫീൽ ചെയ്തു. അതേ സാധനം നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു, നിങ്ങളത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ കുഴപ്പം? അത് മാത്രമല്ല, എന്താണ് അതിന്റെ കാലം, ക്വാളിറ്റി, അത് വേറെ. എന്താണ് അല്ല, അതുകൊണ്ടല്ല. ഇതാണ് ഞാൻ പറഞ്ഞ, അതാണ് അതിന്റെ ബേസ്. അതാണ് അതിന്റെ ബേസ്. എന്താന്ന് പറയാം, നമ്മള് അത് പറഞ്ഞാൽ പറ്റില്ല, അത് കഴിച്ചേ പറ്റും. കഴിച്ചു.
വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഞാൻ പറയുന്ന പണി നിങ്ങൾ ചെയ്തിട്ട് നോക്കാം. നിൽക്കണോ? നിൽക്കണോ? നിങ്ങളൊന്നും കഴിച്ചു തിന്നോ? പറ്റില്ല, കഴിച്ചേ പറ്റൂ. കടിച്ചു തിന്നേ, ഇല്ലെങ്കിൽ തുപ്പാം. നിങ്ങൾക്ക് ടിഷ്യൂ വരാം. കടിച്ചു തിന്നാ ഞാൻ. കയ്പ് മൂത്തോർക്ക് തരും മുതുനെല്ലിക്ക. ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും. ഇനി നിങ്ങള് സെയിം കുരു തന്നെയാണ്. ഇല്ല തരില്ല. ചോക്ലേറ്റ് ആ സെയിം കുരു തന്നെ തന്നെ ആദ്യം ആ സെയിം കുരു തന്നെയാ. അപ്പോ ആദ്യം കഴിച്ച ഗുരുവിന് കയ്പായിരുന്നു അല്ലേ? അത്രയും കയ്പ് രണ്ടാമത് കഴിച്ച് കായ്പില്ല. ഇപ്പൊ നിങ്ങൾ കഴിച്ചതിന് കയ്പ് കുറവാ, പക്ഷെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉണ്ട് ഇല്ലേ? ആദ്യം കഴിച്ചത് ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടായില്ല. എന്താ, ഒരു കുരു തന്നെയല്ലേ നമ്മൾ കഴിച്ചത്? ഉണങ്ങി കഴിഞ്ഞാലൊന്നും ഈ ഫ്ലേവർ വരുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നേനെ? എന്താണ് അതിന്റെ കാരണം? അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നാ നോക്കിക്കോ. ഇതിന്റെ ബീൻ ഡാറ്റായി പറയുന്ന വിറ്റാമിൻസും മിനറൽസും ഇതിന്റെ ഫ്ലഷിലാണ്. ഇത് ഫെർമെന്റേഷൻ എന്ന പ്രോസസ് കൊണ്ടാ ചോക്ലേറ്റ് പ്യൂർ ആവുന്നത്. ഫെർമെന്റേഷൻ എന്ന് വേണം. എന്ന് വെച്ചാല് നമ്മള് കണ്ടിട്ടുണ്ട്, ഇത് ഉതിർത്തി നമ്മള് വേറെ പാത്രത്തിൽ ഇട്ട് കടയിൽ കൊണ്ട് കൊടുക്കും, അങ്ങനെയല്ലേ? ഇത് ഫെർമെന്റ് ചെയ്യണം. 6 ദിവസം ഫെർമെന്റ് ചെയ്താൽ മാത്രമേ പ്യുവർ ചോക്ലേറ്റ് ഉണ്ടാവുള്ളൂ. അതിലെ ഈ കണ്ടന്റ് പറയുന്നത് എല്ലാം ഉണ്ടാവുക. എന്താണ് ഫെർമെന്റേഷൻ? ഒരു വുഡൻ ബോക്സിൽ നമ്മളത് ഉതിർത്തിടും. ഇതിന് ആസിഡ്സുകളുണ്ട്. അതുകൊണ്ട് ഇത് അല്ലല്ല, ഇതുപോലെ തന്നെ ഉതിർത്തിടും. അതിന്റെ മേലൊരു ചമച്ചാക്ക് വെക്കുന്നത്, അതാ കാണാൻ നിങ്ങൾക്ക് കാണാം, പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിൽ വുഡൻ ബോക്സിൽ ഇത് ഉതിർത്തിയിടും. എന്നിട്ട് അതിന്റെ ചമച്ചാക്ക് അങ്ങനെ അതിൽ ആസിഡ്സുകൾ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയി അത് ഫെർമെന്റ് ആണ്. അത് 36 ഡിഗ്രി മുതൽ 48 ഡിഗ്രി വരെ ഹീറ്റ് ഫോം ചെയ്യും ഓട്ടോമാറ്റിക്കായി. അത് പയ്യൊന്ന് വീർക്കും. അപ്പൊ ഈ പറയുന്ന വിറ്റാമിൻസ് എല്ലാം ഇത് അബ്സോർബ് ചെയ്യും. ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഇവിടെ മണ്ണപാത്രം ഇരുന്നാലും അത് ക്യാച്ച് ചെയ്യും. അപ്പൊ എന്ത് കണ്ടന്റ് ഉണ്ടോ അത് അബ്സോർബ് ചെയ്യും. പുറമല്ല. അപ്പൊ ഇത് ആ വുഡൻ ബോക്സിൽ അത് ഫെർമെന്റ് ആയി 7-ാം ദിവസം നമ്മൾ വെയിലിട്ടിടും. എന്നിട്ട് വെയിലത്തിട്ട് 4 ദിവസം ഡ്രൈ ചെയ്ത് അത് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യും. റോസ്റ്ററിലിട്ട് റോസ്റ്റ് ചെയ്ത് അത് പിന്നെ ബ്രേക്ക് ചെയ്ത് അത് ചേറ്റി അതിന്റെ നിബ് മാത്രം നമ്മളിവിടെ കൊണ്ടുവന്ന് ഗ്രൈൻഡ് ചെയ്യും, അവിടെ മോൾഡ് ചെയ്യും. ഇതാണ് ചോക്ലേറ്റ് പ്രോസസ്. മനസ്സിലായോ? ഈ പൾപ്പിന്റെ ടേസ്റ്റ് അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു, അതിന്റെ മധുരവും അതിന്റെ വിറ്റാമിൻസും അത് അബ്സോർബ് ചെയ്യുന്നേ, വലിച്ചെടുക്കുക ചെയ്യുന്നേ. അത് നമ്മൾ
അതിലോട്ട് വലിച്ച് കീറും. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്. നമ്മുടെ നാട്ടിൽ ഇത് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഇത് എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ കൂടുതൽ അണ്ണാൻ എന്താ കായ ഉണ്ടായി വെയിലത്ത് തുടങ്ങിയിട്ടുണ്ടാകും, അതിന് പൈസ കൂടുതൽ. എന്ത് ചെയ്യും? ആദ്യം ഇത് ഉതിർത്തിയെടുക്കും. ഉതിർത്തിയിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് വെയിലത്തേക്ക് ഇടും. അപ്പോ ഈ പറയുന്ന കണ്ടന്റ് അതിൽ ഉണ്ടാവില്ല. പിന്നെന്ത് ചെയ്യും? കുതിർത്തി ചാക്കി കെട്ടിയിടും. എന്നിട്ട് ഒരു കല്ലും കയറ്റി വെക്കും അതിന്റെ ഫ്ലഷ് വേഗം പോകാനായിട്ട്. പിന്നെ എന്ത് ചെയ്യും? അത് കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന് വെക്കും? പുറത്തുള്ള തണ്ടിയില് അല്ലേ? അവിടെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒട്ടുവാൽ വിരിപ്പുണ്ടാവും, കീടനാശിനി ഇരിപ്പുണ്ടാവും, വളം ഇരിപ്പുണ്ടാവും. നല്ല സാധനം ഇതെല്ലാം അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ടോ പിന്നെ കൊണ്ട് എവിടെ കൊണ്ട് വാക്കാനും റോഡ് സൈഡിൽ. അപ്പോ റോഡിലേക്ക് പോകുന്ന വണ്ടിയുടെ കാർബണും ഇത് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ഇത് നേരെ കടയിൽ കൊണ്ട് കൊടുത്തു. കടയിൽ ഇത് കാഡ്രിയോ ക്യാമ്പോ അങ്ങനെ വലിയ കമ്പനികൾ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഫ്ലേവർ ആടിക്കും. കാരണം ഇത് കയറി കാണാൻ ഒന്നും പുറത്തുണ്ട്. അവർ ഫ്ലേവർ ആടിയാൽ നമുക്കൂടെ ചോക്ലേറ്റ് ആയിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ കാഡ്ബറിയുടെ ചോക്ലേറ്റും വിദേശത്തു നിന്ന് വരുന്ന സെയിം കമ്പനിയുടെ ചോക്ലേറ്റും നല്ല വ്യത്യാസം, ടേസ്റ്റ് രണ്ടാ. നല്ല വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം എന്താ? അവിടെ ഫെർമെന്റ് ചെയ്ത കായെ ചോക്ലേറ്റിൽ എടുക്കൂ എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവരത് കഴിയുമ്പം ഈ കണ്ടന്റ് അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചോക്ലേറ്റ് പുറത്തോട്ട് വിടുള്ളൂ. അതിന്റെ കാരണം എന്താ? അവിടെ 5 വയസ്സുള്ള കുട്ടിക്ക് ഈ പറയുന്ന വിറ്റാമിൻസും മിനറൽസും ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ്. നമുക്കിവിടെ അതില്ല. അതാണ് അതിന്റെ കാരണം. ഈ ഫ്ലേവർ എന്ത് കെമിക്കലാണോ അത്? ഒരു ഫ്ലേവറും ഇല്ല. എവിടെ ആഡ് ചെയ്യണ ഫ്ലേവർ അറിയില്ല. കാരണം ഈ ഫ്ലേവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞു കേട്ടത്. ഫ്ലേവർ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. അത് ഫ്ലേവർ അങ്ങനെയല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിന്റെ ചോക്ലേറ്റ് സ്മൂത്ത്നെസ് കൂട്ടാം, അതിന് വേറെ സാധനം ചേർത്ത് പല കെമിക്കൽസും ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒഡീസിയില് നമ്മുടെ കോയമ്പത്തൂര് അവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പം വേറെ കുറെ കമ്പനിക്കാർ അവര് വന്നു, സാറേ ഇത് ഈ ടെക്സ്റ്റർ ആക്കാം, ടേസ്റ്റ് ആക്കാം, നമുക്ക് ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകാം. അപ്പൊ എന്താ സാറേ അതിനകത്ത് ചേർക്കേണ്ടി? അവര് ഞങ്ങളുടെ ചെക്ക് വന്ന് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാമോ? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം ഈ ടെക്സ്റ്ററിൽ ആൾക്കാർക്ക് കിട്ടുമോ? കാരണം എന്താ? അത് കെമിക്കൽസാ. നമ്മൾ ഇതിനകത്ത് ആകെ ചെയ്യുന്നത് കൊക്കോ ബീൻ അരയ്ക്കുന്നു, അതിനകത്ത് മിൽക്ക് പൗഡർ ഇടുന്നു, ഷുഗർ ഇടുന്നു. നമ്മൾ വാനിലയും സോയാബീനും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതിന്റെ ടെക്സ്റ്റർ കൂട്ടാനോ ഇത് പക്കയായിട്ട് കിട്ടണം. ഇതിനകത്ത് വേറെ സാധനങ്ങൾ അഡീഷൻ നമ്മൾ ടേസ്റ്റ് അല്ല ഇത്. ഞാൻ ടേസ്റ്റിനല്ല അവിടെ ചോക്ലേറ്റ് കൊടുക്കുന്നേ, ഹെൽത്തിനാണ്. അതാ വേണ്ടേ. ചോക്ലേറ്റ് ആവുമ്പോ അതിന്റേതൊരു ചോക്ലേറ്റ് എന്നുള്ള പേര് വരുന്നതിന്റെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പല രീതിയിൽ ചെയ്യാം. ഇതില് ബട്ടർ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ല, അത് ഞാൻ പറയാം, അടുത്ത് പറയുന്നു. ഇനി എങ്ങനെ ചോക്ലേറ്റ് ഉപയോഗിക്കാം? ഞാൻ പറയട്ടെ, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് എന്താ? കയ്പും മധുരം കൂടെ. ഇനി ചോക്ലേറ്റ് കഴിക്കുന്ന ചോക്ലേറ്റ് പ്യൂർ ആണോ എന്ന് എങ്ങനെ അറിയാം? അത് സ്മൂത്തായി നമ്മുടെ മൗത്തിൽ മെൽറ്റ് ആവും. അത് ഒട്ടുകയോ കുഴയുകയോ ചെയ്യരുത്. ഇത് രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്യൂർ അല്ല. ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, ഇനി ഇത് എങ്ങനെയുള്ള ചോക്ലേറ്റ് മേടിക്കാം? ഇത് കൊക്കോ പൗഡറാ അല്ലേ? ഇത് കൊക്കോ ബട്ടറാ. രണ്ടും 2 കണ്ടന്റ് അല്ലേ? ഇത് 2 സ്ഥലത്ത് നിന്ന് ഞാൻ മേടിച്ച് ഉണ്ടാക്കി. ഇതിൽ പല സാധനങ്ങളും കയറുണ്ടാവില്ലേ? ഉണ്ടാവും. അതേസമയം ഞാനത് ഈ ബീൻ വെച്ച് ഉണ്ടാക്കുമ്പോഴോ ഒറ്റ കണ്ടന്റാ. മനസ്സിലായോ? ഒറ്റ കണ്ടന്റാ. അതിനകത്ത് വേറെ വല്ലതും കയറുമോ? ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഈ ബട്ടറും കൊക്കോയുടെയും പെർസെന്റേജ് അതിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറാണെങ്കിൽ ബട്ടർ കംപ്ലീറ്റ് ഈ പ്രൊഡക്റ്റിലേക്ക് കയറും. നമ്മൾ മിൽക്കിൽ മാത്രം അഡീഷണൽ കയറേണ്ട കാര്യമുള്ളൂ. മിൽക്ക് ചോക്ലേറ്റിൽ മാത്രം.
മറ്റേത് വേണ്ട. ഈ ചില ചോക്ലേറ്റ് മേടിക്കും, എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി. പക്ഷെ ചിലപ്പോൾ പറയണ കേൾക്കാം അത് ബട്ടറിന്റെ പെർസെന്റേജ് കൂടിയത് കൊണ്ടാണ്. അത് ചിലപ്പോൾ നമുക്ക് കൂളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിഫ്നെസ് കിട്ടില്ല. ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ വളഞ്ഞ് ഇത് വരും. അപ്പൊ അത് പറയും ആ പ്രോഡക്റ്റ് ബട്ടറിന്റെ പെർസെന്റേജ് കൂടിയത് ആ ബീനിനെ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ബട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇതില് ഈ ചോക്ലേറ്റ് ഉള്ളൊരു കാര്യം, ഈ ചോക്ലേറ്റിൽ ഇതില് ടെമ്പറിംഗ് എന്നൊരു പ്രോസസ് ഉണ്ട് ചോക്ലേറ്റ്. ഇപ്പം ഈ പറയുന്ന ഈ ബീനിൽ നമ്മൾ ശരിക്കും ഈ ബീൻ അരച്ച് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ കണ്ടിട്ട് അതിൽ ഉണ്ടാവും, ഒന്നും പുറത്തു പോവില്ല. മനസ്സിലായോ? ഇപ്പം ഇനി അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്തരാം. ഇപ്പൊ നമ്മൾ മേടിക്കുമ്പോ പ്യൂർ ചോക്ലേറ്റ് എങ്ങനെയുള്ളത് മേടിക്കണം. നമ്മൾ മേടിക്കുമ്പോ ഒന്നില്ലെങ്കിൽ B2 ബാർ മാനുഫാക്ചേഴ്സിനോ അല്ലെങ്കിൽ ഫാം ടു ബാർ മാനുഫാക്ചേഴ്സിനോ ആ കവറിൽ എഴുതിയിട്ടുണ്ടാവും. അത് ചുമ്മാ എഴുതുന്നതല്ല. B2 ബാർ മാനുഫാക്ചേഴ്സിനോ അല്ലെങ്കിൽ ഫാം ടു ബാർ മാനുഫാക്ചേഴ്സിനോ എഴുതിയിട്ടുണ്ടാവും. കാരണം എന്താ? അത് ഈ പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാകുന്നതാണ്. വെറുതെ എഴുതുന്നതല്ല. കാരണം ബീനിൽ നിന്ന് അത് കറക്റ്റ് ഫെർമെന്റ് ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു. അതിനകത്ത് ഫാം ടു ബാർ എന്ന് പറഞ്ഞാൽ അവന്റെ ഫാമിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നു. അതിന് വാല്യൂ ഉണ്ട്. ചുമ്മാ എഴുതാൻ പറ്റില്ല, ഓടിപ്പോയി എഴുതാൻ പറ്റുന്ന സാധനം അല്ല അത്. അതിന് ആ പ്രോസസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും ചോക്ലേറ്റ്. വേറെ ഏത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അടി കിട്ടിയതാ. ഞാൻ ഒരെണ്ണം പറയാം. ഇതുപോലെ മഴക്കാലം കൊക്കോക്കായ ഉണ്ടായി. ഇത് ഞാൻ മുട്ടത്ത് പോയി 100 കിലോ കായ മേടിച്ചു. ഇതുപോലത്തെ ഇതിവിടെ വന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ നിപ്പാക്കി ചോക്ലേറ്റ് ആയി. 400 കിലോ ചോക്ലേറ്റ് ആയി. ചോക്ലേറ്റ് ഫൈനൽ സ്റ്റേജ് എത്തിക്കുമ്പോ അതിന് ഇറച്ചിയുടെ ടേസ്റ്റ്. അപ്പോ അന്വേഷിച്ചു പോയി ഞങ്ങള് മുട്ടത്ത്. അവിടെ ചെന്നപ്പോ അറിഞ്ഞ് എന്താ, അവര് ഡ്രയറിലിട്ട് ഉണക്കിയതാണ്. ഈ ഡ്രയറില് 3 ആഴ്ച മുമ്പ് പോത്തച്ച് ഉണക്കിയ ഒട്ടുപാലും ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ താഴെ. അതിന്റെ ഉണ്ടായിരുന്നു അതിന്റെ ടേസ്റ്റ്. ഈ ചോക്ലേറ്റിനോട് പ്രത്യേകത ഇത് ഫൈനൽ സ്റ്റേജിൽ ചോക്ലേറ്റ് ആയതിനു ശേഷമേ അതിലേത് കണ്ടന്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. വെല്ലോ എല്ലാം ചെയ്യും. അതുകൊണ്ട് ആരും ഇന്ന് തൊടാത്തതിന്റെ കാരണം എന്താ? കാരണം ഒരു ബീൻ റോസ്റ്റ് ചെയ്യുമ്പോ കരിഞ്ഞാൽ മതി, ഒക്കെ പിന്നെ ഇതുപോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഡ്രയറിൽ ഉണക്കിയാലും പ്രശ്നമാകും. പിന്നീട് എന്തെന്ന് അറിയോ, ഞാൻ വേറെ സ്ഥലത്തൊന്നും ഒരു 60 കിലോ അവിടെ. കാരണം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സാധനമില്ല. മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് ഇതുപോലെ ഉണ്ടാക്കിയപ്പം പാറ്റോളിയുടെ ടേസ്റ്റ്. അപ്പൊ അതെന്താ കാരണം? ഇവിടുത്തെ നമ്മൾ ഈ അത്രയും ചിന്തിക്കണില്ലല്ലോ. ഇത് കഴിഞ്ഞ് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പം ഈ പുള്ളി എടുത്തത് സാധനം പുള്ളിയുടെ ഗോഡൌണിൽ ഒരു ദിവസം വെച്ചോളൂ. തല ദിവസം വെച്ചു, പിറ്റേ ദിവസം രാവിലെ എനിക്ക് എടുത്തത്. അത്രേ ചെയ്തോളൂ. അവിടെ പാറ്റോളി ഉണ്ടായി. അതാ എനിക്ക് കിട്ടിയേ. ഇത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ആ ചോക്ലേറ്റ് പിന്നെ വേസ്റ്റ് ആയി പോയി? ഇല്ല, കുഴിച്ചിട്ടു. ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഇപ്പൊ ചേട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ വേറൊരു ഫ്ലേവർ ഇട്ട് നിങ്ങൾക്ക് തരാമെന്നിരിക്കേ. ഞാനിപ്പോ അതിനകത്ത് വേറെ ഫ്ലേവർ ഒക്കെ ഇട്ട് സംഗതി ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നുമിരിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ആ ചോരും നിങ്ങൾക്ക് ഒരു മനസ്സിലായോ? മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് പറ്റില്ല. ആ ടേസ്റ്റ് അതിലേത് കേറിയിട്ടുണ്ടോ അത് വരും, ഉറപ്പാ. ഇപ്പം നമ്മള് ഇന്ത്യയില് ഇപ്പൊ കേരളത്തില് ഏറ്റവും വലിയ ഷോപ്പ് ഏതാണ്? ഏറ്റവും ഇന്റീരിയർ അടിപൊളിയായി ചെയ്യുന്ന ഷോപ്പുകൾ ഏതാണ്? ജ്വല്ലറികളാണ് അല്ലേ? ജ്വല്ലറികളല്ലേ? ആരും കണ്ടിട്ടു. നമ്മളെ കേരളത്തില് ഏറ്റവും കൂടുതൽ ഇന്റീരിയർ ചെയ്തിരുന്ന ഏതാ? ജ്വല്ലറിയിലെ അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം.
അല്ലേ? അങ്ങനെയല്ലേ? അതേസമയം പുറം രാജ്യങ്ങളിൽ ചോക്ലേറ്റ് ഷോപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വെളിയിൽ നിന്ന് വരുന്ന ചോക്ലേറ്റ് വെക്കുന്ന കടകളൊക്കെ കുറെ ഇന്ത്യയിൽ കുറെ ഡെവലപ്ഡ് ആണ്. ഇത് പാംട്രി പോലെയുള്ളവരൊക്കെ അതല്ല, അതൊന്നുമല്ല. ശരിക്കും പുറത്ത് ചോക്ലേറ്റ് മാത്രം വിൽക്കുന്നതാണ്, ചോക്ലേറ്റ് മാത്രം ഷോപ്പുകൾ. അത് ഇവിടുത്തെ ജൂവലറിയേക്കാളും വലുതാ എന്ന് പറഞ്ഞാൽ ജൂവലറിയേക്കാളും വലിയ ഇന്റീരിയർ ആക്കിയിരിക്കുന്നത്. അതിന് താഴെയാ ബാക്കി എല്ലാ ജൂവലറികളും ഷോപ്പുകളും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ചോക്ലേറ്റ് അബ്സോർബ് ചെയ്യുന്നത് അല്ലല്ല, ചോക്ലേറ്റ് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള അവിഭാജ്യ ഘടകമാണ്. അത് കഴിഞ്ഞേ ബാക്കി എന്തും അതിന്റെ താഴെയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫുഡ് ഓഫ് ദ ഗോഡ് എന്ന് പറയുന്നത്. അപ്പോ താങ്ക് യു.